Jesus, Jesus. മിശിഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. യേശുവിൽ സ്നേഹിതരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22 35 മുതൽ 71 വരെ വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ലൂക്ക 22 അധ്യായം 35 മുതൽ 38 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം: പണവും വാളും കരുതുക. 2. എന്തെല്ലാം ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ് കർത്താവ് ശിഷ്യരോട് ചോദിക്കുന്നത്. ഉത്തരം: 1 മടിശീല, 2 ഭാണ്ഡം, 3 ചെരുപ്പ്. 3. ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന് കർത്താവ് ശിഷ്യരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ത്? ഉത്തരം: ഒന്നിനും കുറവുണ്ടായില്ല. 4. ലൂക്ക 22:36 അനുസരിച്ച് ഇപ്പോൾ എന്തൊക്കെ ഉള്ളവർ അതെടുക്കട്ടെ എന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: മടിശീല, ഭാണ്ഡം. 5. വാളില്ലാത്തവൻ വാൾ വാങ്ങേണ്ടതെങ്ങനെ എന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: സ്വന്തം കുപ്പായം വിറ്റ്. 6. സ്വന്തം കുപ്പായം വിറ്റ് വാങ്ങേണ്ടതെന്ത്? ഉത്തരം: വാൾ. 7. സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങേണ്ടതാര്? ഉത്തരം: വാളില്ലാത്തവൻ. 8. അവൻ ആരുടെ കൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: നിയമലംഘകരോടുകൂടെ. 9. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ഡാഷിനോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ്. ലൂക്ക 22:37 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: നിയമലംഘകരോടുകൂടെ പൂർത്തിയാകേണ്ടതാണ്. 10. കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. ഇത് പറഞ്ഞതാര്? ഉത്തരം: ശിഷ്യന്മാർ. 11. കർത്താവേ, ഇതാ ഇവിടെ വാളുണ്ടെന്ന് ശിഷ്യർ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്ത്? ഉത്തരം: മതി. 12. ഇതാ ഇവിടെ എത്ര വാളുണ്ടെന്നാണ് ശിഷ്യർ കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: 2 വാൾ. 13. ലൂക്ക 22 അധ്യായം 39 മുതൽ 46 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം: ഗത്സമനിൽ പ്രാർത്ഥിക്കുന്നു. 14. യേശു പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയതെവിടേക്ക്? ഉത്തരം: ഒലിവുമലയിലേക്ക്. 15. ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ യേശുവിനെ പിന്തുടർന്നതാര്? ഉത്തരം: ശിഷ്യന്മാർ. 16. ഒലിവുമലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 17. ഉദ്ധരിക്കുക. ലൂക്ക 22:40. ഉത്തരം: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 18. നിങ്ങൾ എന്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: പരീക്ഷയിൽ. 19. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ എന്തു ചെയ്യാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: പ്രാർത്ഥിക്കുവിൻ. 20. യേശു ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചത്? ഉത്തരം: 1 കല്ലേറ് ദൂരം. 21. യേശു ശിഷ്യരിൽ നിന്ന് 1 കല്ലേറു ദൂരം മാറി പ്രാർത്ഥിച്ചതെങ്ങനെ? ഉത്തരം: മുട്ടിന്മേൽ വീണ്. 22. ഉദ്ധരിക്കുക.
ലൂക്ക 22:42. ഉത്തരം: പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. 23. യേശു ഗത്സമനിൽ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചതെന്ത്? ഉത്തരം: പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. 24. ഡാഷ് അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ ഡാഷ് എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ലൂക്ക 22:42 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: പിതാവേ, പാനപാത്രം. 25. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം യേശു പറഞ്ഞതെന്ത്? ഉത്തരം: എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. 26. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാര്? ഉത്തരം: ഒരു ദൂതൻ. 27. യേശു തീവ്രവേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചതെങ്ങനെ? ഉത്തരം: കൂടുതൽ തീക്ഷ്ണമായി. 28. യേശു തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ വിയർപ്പ് നിലത്ത് വീണത് എന്തുപോലെയാണ്? ഉത്തരം: രക്തത്തുള്ളികൾ പോലെ. 29. യേശു തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണതെന്ത്? ഉത്തരം: വിയർപ്പ്. 30. യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്തു വന്നപ്പോൾ അവർ തളർന്ന് ഉറങ്ങുന്നത് കണ്ടത് എന്തു നിമിത്തമാണ്? ഉത്തരം: വ്യസനം നിമിത്തം. 31. യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്തു വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം: തളർന്ന് ഉറങ്ങുകയായിരുന്നു. 32. ശിഷ്യന്മാർ തളർന്നുറങ്ങുന്നത് കണ്ടപ്പോൾ യേശു അവരോട് ചോദിച്ചതെന്ത്? ഉത്തരം: നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? 33. ശിഷ്യന്മാർ തളർന്നുറങ്ങുന്നത് കണ്ട യേശു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് എന്ന് ചോദിച്ച ശേഷം പറഞ്ഞതെന്ത്? ഉത്തരം: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. 34. ഉദ്ധരിക്കുക. ലൂക്ക 22:46. ഉത്തരം: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. 35. ലൂക്ക 22-ാം അധ്യായം 47 മുതൽ 53 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം: യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. 36. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നതാര്? ഉത്തരം: ജനക്കൂട്ടം. 37. 12 പേരിൽ ഒരുവനാണ് ജനക്കൂട്ടത്തിനു മുമ്പിൽ നടന്നിരുന്നത്. അവൻ ആര്? ഉത്തരം: യൂദാസ്. 38. യേശുവിനെ ചുംബിക്കാൻ ജനക്കൂട്ടത്തിൽ നിന്ന് മുമ്പോട്ടു വന്നതാര്? ഉത്തരം: യൂദാസ്. 39. യേശുവിനെ ചുംബിക്കാൻ മുന്നോട്ടു വന്ന യൂദാസിനോട് യേശു ചോദിച്ചതെന്ത്? ഉത്തരം: യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? 40. യൂദാസേ, ഡാഷ് കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ലൂക്ക 22:48 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ചുംബനം. 41. യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നതാരെ? ഉത്തരം: മനുഷ്യപുത്രനെ. 42. യേശുവിൻ്റെ ശിഷ്യരിലൊരുവൻ വാളെടുത്ത് വെട്ടി വലത്തു ചെവി ഛേദിച്ചതാരുടെ?
ഉത്തരം പ്രധാന പുരോഹിതൻ്റെ സേവകനെ. 43. യേശുവിൻ്റെ ശിഷ്യരിലൊരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി ഛേദിച്ചതെന്ത്? ഉത്തരം വലത്തു ചെവി. 44. പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ചത് കണ്ട യേശു നിർത്തു എന്ന് പറഞ്ഞ് ചെയ്തതെന്ത്? ഉത്തരം യേശു അവൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി. 45. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഇത് ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു. 46. ആർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്നാണ് യേശു തനിക്കെതിരെ വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞത്? ഉത്തരം കവർച്ചക്കാരനെതിരെ. 47. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ഡേഷോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ ഡേഷും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ലൂക്ക 22:52 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ദേവാലയ സേനാധിപന്മാരോടും വാളും. 48. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ഡേഷിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ഡേഷും. ലൂക്ക 22:52 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ദേവാലയത്തിൽ ആധിപത്യവും. 49. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് പറഞ്ഞ ശേഷം യേശു പറഞ്ഞതെന്ത്? ഉത്തരം അന്ധകാരത്തിൻ്റെ ആധിപത്യവും. 50. ലൂക്ക 22-ാം അധ്യായം 54 മുതൽ 62 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം പത്രോസ് തള്ളിപ്പറയുന്നു. 51. പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും യേശുവിനെ പിടിച്ച് കൊണ്ടുപോയത് ആരുടെ വീട്ടിലേക്ക്? ഉത്തരം പ്രധാനാചാര്യൻ്റെ. 52. യേശുവിനെ പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി യേശുവിനെ അനുഗമിച്ചതാര്? ഉത്തരം പത്രോസ്. 53. ലൂക്ക 22:55 അനുസരിച്ച് അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ അവരോടുകൂടെ ഇരുന്നതാര്? ഉത്തരം പത്രോസ്. 54. പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞതാര്? ഉത്തരം ഒരു പരിചാരിക. 55. പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞതെന്ത്? ഉത്തരം ഇവനും അവനോടുകൂടെ ആയിരുന്നു. 56. ഇവനും അവനോടുകൂടെയായിരുന്നു എന്ന് പറഞ്ഞ പരിചാരികയോട് അവനെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസ് നിഷേധിച്ച് പറയുന്നതിനു മുമ്പ് അഭിസംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം സ്ത്രീയെ. 57. ഇവനും അവനോടുകൂടെയായിരുന്നു എന്ന് പറഞ്ഞ പരിചാരികയോട് പത്രോസ് പറഞ്ഞതെന്ത്? ഉത്തരം സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. 58. അല്പം കഴിഞ്ഞ് വേറൊരാൾ നീയും അവരിൽ ഒരുവനാണെന്ന് പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞതെന്ത്? ഉത്തരം മനുഷ്യ, ഞാനല്ല. 59. ലൂക്ക 22:59 അനുസരിച്ച് ഏകദേശം എത്ര സമയം കഴിഞ്ഞാണ് തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ എന്ന് പത്രോസിനോട് പറഞ്ഞത്?
ഉത്തരം 1 മണിക്കൂർ കഴിഞ്ഞ്. 60. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞതെന്ത്? ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെയായിരുന്നു. ഇവനും ഗലീലിയക്കാരനാണല്ലോ. 61. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടപ്പോൾ തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെയായിരുന്നു. ഇവനും ആരാണല്ലോ എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞത്? ഉത്തരം ഗലീലിയക്കാരനാണല്ലോ. 62. ലൂക്ക 22:60 അനുസരിച്ച് മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതെന്ത്? ഉത്തരം കോഴി കൂവി. 63. പത്രോസ് എന്ത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് കോഴി കൂവിയത്? ഉത്തരം മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ. 64. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയതാര്? ഉത്തരം കർത്താവ്. 65. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ എന്തു ചെയ്യും എന്നാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്? ഉത്തരം നിഷേധിക്കും. 66. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് ആര് പറഞ്ഞ വചനമാണ് പത്രോസ് ഓർത്തത്? ഉത്തരം കർത്താവ്. 67. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് പുറത്തുപോയി ചെയ്തതെന്ത്? ഉത്തരം മനം നൊന്തു കരഞ്ഞു. 68. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞതാര്? ഉത്തരം പത്രോസ്. 69. ലൂക്ക 22-ാം അധ്യായം 63 മുതൽ 65 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം യേശുവിനെ പരിഹസിക്കുന്നു. 70. യേശുവിനു കാവൽ നിന്നിരുന്നവർ അവനെ ചെയ്തതെന്ത്? ഉത്തരം പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. 71. യേശുവിന് നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. പൂരിപ്പിക്കുക. ഉത്തരം കാവൽ നിന്നിരുന്നവർ. 72. യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞതാര്? ഉത്തരം കാവൽ നിന്നിരുന്നവർ. 73. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. 74. യേശുവിനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞതാര്? ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ. 75. ലൂക്ക 22-ാം അധ്യായം 66 മുതൽ 71 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ. 76. പ്രഭാതമായപ്പോൾ ആരെല്ലാം ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്കാണ് യേശുവിനെ കൊണ്ടുവന്നത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 77. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്ന് പറഞ്ഞതെന്ത്? ഉത്തരം നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. 78. ലൂക്ക 22:67 അനുസരിച്ച് നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. 79. നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു മറുപടി പറഞ്ഞതെന്ത്?
ഉത്തരം: ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. 80. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇത് പറഞ്ഞതാര്? ഉത്തരം: യേശു. 81. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല എന്ന് യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തോട് പറഞ്ഞതെപ്പോൾ? ഉത്തരം: നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക എന്നവർ പറഞ്ഞപ്പോൾ. 82. ലൂക്ക 22:69 അനുസരിച്ച് ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ വലത്തുവശത്ത് ഇരിക്കുന്നതെവിടെ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവശക്തിയുടെ. 83. ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കുന്നതാര്? ഉത്തരം: മനുഷ്യപുത്രൻ. 84. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചോദിച്ചതെന്ത്? ഉത്തരം: അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? 85. നീ ദൈവപുത്രനാണോ എന്ന് അവരെല്ലാവരും ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതെന്ത്? ഉത്തരം: നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. 86. അവർ പറഞ്ഞു: ഇനി നമുക്ക് വേറെ ഡാഷ് എന്തിന്? അവൻ്റെ ഡാഷിൽ നിന്നു തന്നെ നാം അത് കേട്ടുകഴിഞ്ഞു. ലൂക്ക 22:71 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: സാക്ഷ്യം, നാവിൽ നിന്ന്. 87. ലൂക്ക 22:37 സമാനമായ വചനഭാഗമേത്? ഉത്തരം: ഏശയ്യ 53:12. 88. ലൂക്ക 22:42 സമാനമായ വചനഭാഗമേത്? ഉത്തരം: ഹെബ്രായർ 5:7-8 വരെ. 89. ലൂക്ക 22:61 സമാനമായ വചനഭാഗമേത്? ഉത്തരം: ലൂക്ക 22:34. 90. ലൂക്ക 22:69 സമാനമായ വചനഭാഗമേത്? ഉത്തരം: സങ്കീർത്തനങ്ങൾ 110:1.